നമസ്കാരം. പെരുമഴ അതിൻ്റെ ദംഷ്ട്രയും പല്ലുകളും പുറത്ത് കാണിച്ച് ആറാടി തിമർക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം എരുമേലിക്ക് സമീപമുള്ള ഇടകടത്തിൽ നിന്നും പെരുമഴയ്ക്കിടയിൽ പുറപ്പെട്ട് ഇന്ന് തിരുവനന്തപുരത്തെത്തി. ഈ തിരുവനന്തപുരത്തെത്തുമ്പോൾ ഈ മഴ നമുക്ക് ഫീൽ ചെയ്യത്തേയില്ല. ഇവിടെ മഴയില്ല എന്നതാണ് വാസ്തവം. വല്ലപ്പോഴും ചെറിയൊരു മഴ പെയ്തു പോവാറുണ്ട്. യഥാർത്ഥത്തിൽ മഴ ഫീൽ ചെയ്യണമെങ്കിൽ അത് അനുഭവിക്കണം. പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ പെയ്യുന്ന മഴ അനുഭവിക്കണം. ഇന്നലെ വൈകുന്നേരം എരുമേലിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഞാൻ പോലീസിൽ വിളിച്ച് വഴിയുടെ സ്ഥിതിവിശേഷങ്ങൾ അന്വേഷിച്ചപ്പോൾ വെള്ളം ഇറങ്ങിയ റാന്നിയിൽ വീണ്ടും വെള്ളം കയറി തുടങ്ങി. അതുകൊണ്ട് റാന്നി വഴി പോവണ്ട എന്നാണ് എന്നോട് പോലീസുകാർ പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് ഇന്നലെ മുക്കൂട്ടുതറയിൽ നിന്നും ചാത്തന്തറയിലെത്തി, മണ്ണടിശാല വഴി അത്തിക്കയത്തെത്തി, അവിടെ നിന്ന് പെരിനാടെത്തി, പെരിനാട് നിന്നും വടശ്ശേരിക്കര, മണ്ണാറക്കുളഞ്ഞി, പത്തനംതിട്ട വഴി പുനലൂര് താണ്ടി പോരുകയാണ്. ഈ വഴിയിൽ പെയ്ത മഴയുടെ ശക്തി കണ്ടാൽ ഭയന്നു പോകും. നമ്മുടെ കാറിൻ്റെ മുകളിലേക്ക് വീഴുന്ന മഴ എത്ര ശക്തിക്കാണ് പെയ്യുന്നതെന്നറിയാമോ? മുൻവശം നമുക്ക് കാണില്ല. നമ്മൾ വൈപ്പറിട്ട് എത്ര തുടച്ചാലും നമുക്ക് മുൻവശം കാണാൻ കഴിയാത്ത വിധത്തിൽ പണ്ടൊക്കെ കേട്ടിട്ടുള്ള തുള്ളിക്കൊരു കുടം പേമാരി പെയ്തു തിമർക്കുകയാണ്. എന്നാൽ ഏതാണ് പുനലൂർ കഴിഞ്ഞപ്പോഴേക്കും മഴ പതിയെ പതിയെ നിലച്ചുപോയി. അവിടെ വരെ ഇടയ്ക്ക് പെയ്യുന്നു, ഇടയ്ക്കൊന്ന് ശക്തി കുറയുന്നു, പിന്നെയും പെയ്യുന്നു. ഇങ്ങനെ ഭയപ്പെടുത്തുന്ന തരത്തിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. വെള്ളിയാഴ്ച രാത്രിയിൽ തുടങ്ങിയതാണെന്ന് ഓർക്കണം. ഇന്നും രാവിലത്തെ വാർത്തകൾ കാണുമ്പോൾ അല്പം ഒന്ന് ശമിച്ചിട്ടുണ്ടെങ്കിലും മഴ തുടരുകയാണ്. ഇത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ജലനിരപ്പുകൾ ഉയരുന്നു, പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലാവുന്നു. ഇന്ന് രാവിലെ കേൾക്കുന്ന വാർത്ത MC റോഡിലും ഗതാഗതം മുടങ്ങിയെന്നാണ്. തിരുവല്ലയ്ക്കും കുറ്റൂരിനുമിടയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. എവിടെയൊക്കെ താഴ്ന്ന പ്രദേശങ്ങളുണ്ടോ അവിടെയൊക്കെ വെള്ളം ഉയരുകയാണ്. ഇതിനേക്കാളൊക്കെ ഭയപ്പെടുത്തേണ്ടത് പടിഞ്ഞാറൻ പ്രദേശങ്ങളാണ്. ഇടുക്കിയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും കോട്ടയത്തു നിന്നൊക്കെ വരുന്ന വെള്ളം നേരെ പോയി വീഴുന്നത് കുട്ടനാടിലേക്കാണ്. ചങ്ങനാശ്ശേരിയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങളിലെല്ലാം വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ചേർത്തലയിൽ നിന്നും കോട്ടയത്തിന് കുമരകം വഴിയുള്ള വഴി ഇപ്പോൾ വെള്ളം കയറി അടഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ്. അങ്ങനെ പലയിടങ്ങളിലും ഗതാഗത സ്തംഭനം സംഭവിച്ചിരിക്കുന്നു. പല റോഡുകളും മുങ്ങിപ്പോയിരിക്കുന്നു, പല നാടും മുങ്ങിക്കൊണ്ടിരിക്കുന്നു. വെള്ളം ഒരിക്കലും അവസാനിക്കാത്ത തരത്തിൽ മുമ്പോട്ട് പോകുന്നു. യഥാർത്ഥത്തിൽ ഇതുവരെ പെയ്ത മഴ വെച്ച് നോക്കുമ്പോൾ 2018 സംഭവിച്ചതിനേക്കാൾ വലിയ മഴയാണ് പെയ്തിരിക്കുന്നത്. 2018 2026 തമ്മിലുള്ള വ്യത്യാസം, 2018 ഡാമുകളെല്ലാം ഏതാണ്ട് നിറയാറായി കിടക്കുകയായിരുന്നു. അത് നിറയുന്നത് വരെ ഈ സർക്കാർ കാത്തിരുന്നു. കാരണം ഈ വെള്ളം സംഭരിച്ച് വെക്കണമല്ലോ, കറണ്ട് വേണമല്ലോ, അല്ലെങ്കിൽ കറണ്ട് കെട്ടുണ്ടാവുമല്ലോ. കറണ്ട് കെട്ടുണ്ടായാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കറണ്ട് കെട്ടില്ലാത്ത 10 വർഷം എന്ന പ്രചരണം നടക്കില്ല. അതുകൊണ്ട് അവർ പരമാവധി വെള്ളം സംഭരിച്ചു വെച്ചു. ഒടുവിൽ ഒറ്റയടിക്ക് എല്ലാ ഡാമുകളും നിറഞ്ഞു, എല്ലാം തുറന്നു വിട്ടു. അതുകൊണ്ടാണ് കേരളത്തിലെ മിക്ക ഡാമുകളും തുറന്നു വിട്ടപ്പോഴുണ്ടായ ഭയപ്പെടുത്തുന്ന അവസ്ഥയായിരുന്നു 2018 ദുരന്തം. അതുകൊണ്ടാണ് മേൻമെയ്ഡ് ദുരന്തം എന്ന് പറയുന്നത്. മനുഷ്യർ നിർമ്മിച്ച, പിണറായി നിർമ്മിച്ച ദുരന്തം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 500 പേർ മരിച്ചു പോയത്. എന്നാൽ ഇത്തവണത്തെ അവസ്ഥ, ഡാമുകളുടെ ജലനിരപ്പ് പകുതിയിൽ താഴെയാണ്. അതുകൊണ്ടാണ് ഇത്തവണ കറണ്ട് കെട്ട് വെക്കേണ്ടി വന്നത്. കേരളത്തിൽ ഇങ്ങനൊരു അവസ്ഥ ഈ അടുത്ത കാലത്തെങ്കിലും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം ഉള്ളതിൻ്റെ പകുതി പോലും വെള്ളം ഡാമുകളില്ല. ഈ 4 ദിവസം തുടർച്ചയായി പെയ്തിട്ടും 4% മുതൽ 10% വരെ മാത്രമേ ഡാമുകളിലെ ജലനിരപ്പ് ഉയർന്നിട്ടുള്ളൂ. ഇടുക്കിയിൽ 6% ഉയർന്നത്. ഓർക്കണം, ഇടുക്കിയാണ് ഏറ്റവും അധികം ജലം സംഭരിക്കുന്ന, ഏറ്റവും അധികം വൈദ്യുതി ഉണ്ടാക്കുന്ന കേരളത്തിലെ അണക്കെട്ട്. ഇടുക്കിയിൽ 6% വർധനമുണ്ടായിട്ടുള്ളൂ. എന്നിട്ടും 37% ഇടുക്കിയിലെ ആകെ ജലസംഭരണ ശേഷിയുടെ 37% മാത്രമേ ഇപ്പോഴും ആയിട്ടുള്ളൂ. ആ കണക്ക് ഇങ്ങനെയാണ്. ഇടുക്കിയിൽ ജൂലൈ 31 2330.90 അടി വെള്ളമുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്നലെ വൈകിട്ട് 3 കണക്കെടുത്തപ്പോൾ 2340.4 അടിയായി. അതായത് 37.78% വെള്ളമാണ് ഇപ്പോൾ സംഭരണ ശേഷിക്കുള്ളത്. ഇടമലയാറിൽ 31 40.88% ആയിരുന്നെങ്കിൽ അത് 46%. ഏതാണ്ട് 5% വർധനമുണ്ടായി. കക്കിയിൽ 34.46% എന്നത് 43.77%, ഏതാണ്ട് 9% വർദ്ധിച്ചു. പമ്പയിൽ 35.12 എന്നുള്ളത് 7.96 കൂടി ഉയർന്നിട്ടുണ്ട്. ഷോളയാറിൽ 40.58 എന്നത് 44.42%. ബാണാസുര സാഗറിൽ 44.15% എന്നത് 52.91%. എന്ന് വെച്ചാൽ ഇപ്പോഴും കേരളത്തിലെ ഡാമുകളുടെ ജലനിരപ്പ് ഈ 3 ദിവസം തുടർച്ചയായി മഴ പെയ്തിട്ടും 50% ആയിട്ടില്ല. അതുകൊണ്ടാണ് 2018 ആവർത്തിക്കാതെ പോയത്. മനസ്സിലാക്കണം, 2018 സമാനമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയപ്പെടുത്തുന്ന മഴയാണ്. ഈ മഴയുടെ തീവ്രത മനസ്സിലാക്കണമെങ്കിൽ അത് അനുഭവിക്കണം. 353 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇന്നലെയോടെ രൂപം കൊണ്ടു. 13,496 പേർ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി. വെള്ളപ്പൊക്കവും മഴയും ഇല്ലാത്ത പലയിടങ്ങളിലും സംഭവിക്കേണ്ടി വരും. ഉദാഹരണത്തിന് എന്നെ ഇന്നലെ വിളിച്ചൊരു ബൈജു എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഓഫീസർ
ഈ ശബരിമല ഇലവുങ്കൽ അടക്കമുള്ള ഭാഗം, ഈ പ്ലാപ്പള്ളി അടക്കമുള്ള ഭാഗത്തിൻ്റെ ചുമതലയുള്ള ഫോറസ്റ്റ് ഓഫീസറാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഈ അട്ടത്തോടെന്ന് പറയുന്ന ഒരു ആദിവാസി കോളനിയുണ്ട്. ശബരിമലയ്ക്ക് പോകുന്നവർക്കറിയാം, നിലയ്ക്കൽ കഴിഞ്ഞ് പമ്പയ്ക്ക് പോകുന്ന വഴിക്കാണ് അട്ടത്തോട്. അവിടെ ഒരു ആദിവാസി കോളനി ഉണ്ട്. ഈ ആദിവാസി കോളനിയിൽ പലയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. ഏതാണ്ട് 26 പേരെ ട്രൈബൽ സ്കൂളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. അത് ദുരിതാശ്വാസ ക്യാമ്പാണ്. അവിടെ കുറച്ച് സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ അവരോടൊപ്പം കുറച്ച് അരിയും സാധന സാമഗ്രികളുമായി അവിടെ പോയി അതവിടെ കൈമാറുകയുണ്ടായി. ഇങ്ങനെ അധികം ശ്രദ്ധിക്കപ്പെടാത്ത തരത്തിൽ പലയിടങ്ങളിലും ഈ ദുരിതം പടർന്നു പിടിച്ചിരിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ഈ 3 ദിവസം കൊണ്ട് മഴക്കെടുതിയിൽ മരണമടഞ്ഞത് ഏതാണ്ട് 20 പേരാണ്. 7 പേരെ കാണാനുമില്ല. ഈ കാണാനില്ലാത്തവർ മരണപ്പട്ടികയിലേക്ക് പെടും എന്നാണ് റിപ്പോർട്ടുകൾ. ഏതാണ്ട് 27 പേർ 3 ദിവസം കൊണ്ട് മരിച്ചിരിക്കുന്നു. അത് ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് കോട്ടയത്തും മലപ്പുറത്തുമാണ്, 4 പേർ വീതം. എന്നാൽ കാര്യമായി മഴയില്ലാത്ത, അവധിയൊന്നും കൊടുക്കാത്ത തിരുവനന്തപുരത്തിന് മലയോര പ്രദേശങ്ങളിൽ ആണ് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ പേർ മരിച്ചത്. 3 പേർ മരിച്ചിട്ടുണ്ട്, 2 പേരെ കാണാനില്ല. അതായത് എല്ലായിടത്തും ഈ ദുരന്തം എത്തി എന്നതിൻ്റെ തെളിവാണിത്. അതുകൊണ്ടാണ് ഇന്നും 10 ജില്ലകളിൽ അവധി കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, വയനാട്, കണ്ണൂർ ജില്ലകൾക്ക് പൂർണ്ണമായി അവധിയില്ലാത്തതുള്ളൂ. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി, പയ്യന്നൂർ, തളിപ്പറമ്പ് ഈ താലൂക്കുകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. പലയിടങ്ങളിലും അവധി പ്രഖ്യാപനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. കുട്ടികൾ കഴിഞ്ഞ 3 ദിവസമായി സ്കൂളിൽ പോകാത്ത സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ മഴയുടെ ഒരു ആഘാതം തിരിച്ചറിയണമെങ്കിൽ മനസ്സിലാക്കണം. വേറൊരു വാർത്ത കൂടി കേൾക്കുക. കോട്ടയം ജില്ലയിൽ തിരുവാർപ്പ് എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ, ആ ഗ്രാമപഞ്ചായത്ത് ഞാൻ മനോരമ വായിച്ചതാണ്. ആ ഗ്രാമപഞ്ചായത്തിലെ 98% വീടുകൾ വെള്ളത്തിലായിപ്പോയി. ഒട്ടേറെ പാടങ്ങളുള്ള ഒരു ഗ്രാമപഞ്ചായത്താണത് ഈ തിരുവാർപ്പ്. ഇതിൽ 98% വീടുകളും ഇനി വെള്ളത്തിലാവാനുള്ളത് 140 വീടുകൾ മാത്രമാണ്. ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ അവസ്ഥയാണ്. ആ ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ വീടുകളിൽ വെള്ളം കയറുന്നു എന്ന അവസ്ഥ നോക്കൂ. ഈ വെള്ളത്തിൻ്റെ, ഈ മഴയുടെ ആഘാതം എത്ര ശക്തമാണെന്ന്. MC റോഡിലെ കുറ്റൂർ തിരുവല്ല ഭാഗത്തെ വെള്ളക്കെട്ടിൽ മിക്ക വാഹനങ്ങളും കുടുങ്ങിക്കിടക്കുകയാണ്. MC റോഡിലെ ഗതാഗതം ഏതാണ്ട് സ്തംഭിച്ചിട്ടുണ്ട്. ആളുകൾ അതിലെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. കാസർഗോഡ് ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് മണിക്കൂർ 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും തിരുവനന്തപുരം, പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട റോഡുകൾ, വെള്ളക്കെട്ട്, വാഹനങ്ങൾ, കാഴ്ചമങ്ങൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗതക്കുരുക്കുണ്ടാവാം. താഴ്ന്ന പ്രദേശങ്ങളിൽ, നദീതീരങ്ങളിൽ വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യത. മരങ്ങൾ കടപുഴകി വീണാൻ വൈദ്യുതി തടസ്സം അപകടം എന്ന് നയിച്ചേക്കാം. വീടുകളിലും കുടിലുകൾക്കും ഇങ്ങനെയൊക്കെയുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. PSC ഇന്നും നാളെയും മറ്റന്നാളും 10-നും നടത്താനെന്ന് എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു എന്ന സുപ്രധാനമായ വിവരമുണ്ട്. ബിഡ് ഫോറസ്റ്റ് ഓഫീസർ കായികക്ഷമതാ പരീക്ഷകൾ മാറ്റി. MG സർവകലാശാല ഇന്നു മുതൽ 7 വരെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ച ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ നാളെ ഉച്ചയ്ക്ക് 1:30 മുതൽ 4:15 വരെ നടത്തുമെന്നാണ് അറിയിപ്പ്. പക്ഷേ അതും നടക്കണമെന്ന് നിർബന്ധമില്ല. തിരുവനന്തപുരത്തും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. മൂവാറ്റുപുഴയാറിലും തൊടുപുഴയാറിലും ജലനിരപ്പ് അപകട നിലയിൽ തുടരുന്നുവെന്നും നദികൾ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പുണ്ട്. ഇത്തരത്തിൽ അപകടാവസ്ഥ തുടരുകയാണ്. ഇപ്പോഴും മഴയുടെ ശമനം പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ജാഗ്രത എല്ലാവരും പാലിക്കുക. അത്യാവശ്യമില്ലാത്തവർ വീടിന് പുറത്തിറങ്ങാതിരിക്കുക. വീടിൻ്റെ സ്ഥിതി കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനിടയിൽ ഒരു സങ്കടകരമായ കാര്യം കൂടി പറയാതിരിക്കാൻ നിവർത്തിയില്ല. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട പൂഞ്ഞാറിന് സമീപം പയ്യാനിത്തോട്ടം, ഇവിടെ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ളൊരു ദേശമല്ല. അവിടെ ഉരുൾപൊട്ടി ഒരമ്മയും മകനും മരിച്ചു പോയിരുന്നു. റെജീന എന്ന 49 വയസ്സുകാരിയും ജോസഫൈൻ എന്ന 26 വയസ്സുകാരനും. ഈ 2 പേരുടെയും ശവസംസ്കാര ചടങ്ങ് ഇന്നലെ പയ്യാനിത്തോട്ടം സെന്റ് അൽഫോൻസ പള്ളിയിൽ നടന്നു. അവിടേക്ക് പങ്കെടുക്കാൻ വേണ്ടി പാലാ ബിഷപ്പുമാർ കല്ലറങ്ങാട്ട് എത്തിയത് ടോറസ് ലോറിയിലാണ്. കാരണം വഴിയിലൊക്കെ വെള്ളമായിരുന്നു. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഇവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തി. വളരെ സാധു കുടുംബമായിരുന്നു. എല്ലാവരോടും സ്നേഹമുണ്ടായിരുന്നു. ഈ 2 സഹോദരങ്ങൾ, ജോമിറ്റും സോമിറ്റും, ഈ പറയുന്ന ജോസഫൈൻ്റെ 2 സഹോദരങ്ങൾ, അന്ത്യാഞ്ജലിക്ക് മുമ്പിൽ അവർ പൊട്ടിക്കരയുന്ന കാഴ്ച സങ്കടകരമായിരുന്നു. ഒരു നാട് മുഴുവൻ കണ്ണീരോടുകൂടി ആ കുടുംബത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങി.